പണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെതിരെ LDF അംഗങ്ങൾ നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. സംസ്ഥാന സർക്കാർ ഫണ്ട് വെട്ടിക്കുറച്ചതുകൊണ്ട് മാത്രമാണ് വികസന പ്രവർത്തനങ്ങളിൽ കുറവ് വന്നിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 2023-24 സാമ്പത്തിക വർഷത്തിലെ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായതായും വാർഡ് തലത്തിലും പൊതുവായ ഫണ്ടുകളുടെ വിനിയോഗത്തിലും പിഴവ് സംഭവിച്ചതുമൂലം പഞ്ചായത്തിന് 2 കോടി രൂപയോളം നഷ്ടമുണ്ടായതായും LDF അംഗങ്ങൾ ആരോപിച്ചിരുന്നു. എന്നാൽ 2023-24 സാമ്പത്തിക വർഷം 4,19,42,000 രൂപയാണ്. എന്നാൽ ഈ ഫണ്ട് വെട്ടിക്കുറച്ചതായി സർക്കാർ ഉത്തരവിറക്കിയെന്നും ലഭിച്ച തുക ലാപ്സായിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ പറഞ്ഞു. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരന്മാരും വാർത്താ സമ്മേളനം നടത്തിയിരുന്നു, LDF മെമ്പർമാരെ. അതിനകത്ത് 2023-24 സാമ്പത്തിക വർഷം 2 കോടി രൂപ ലാപ്സാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാണ്. എന്നാൽ നമ്മൾ പ്രിയപ്പെട്ട മാധ്യമ ചാനലിൽ ഞാൻ ഇതിന് പേപ്പർ രേഖകൾ സമർപ്പിക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് 4,19,00,000 രൂപ അനുവദിച്ചതിന് ശേഷം ഏതാണ്ട് 52 പഞ്ചായത്തിൽ 21 പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് സർക്കാർ ഒരു ഉത്തരവ് വന്നു. ഒരു അറിയിപ്പ് കിട്ടുന്ന വരെ 21 പഞ്ചായത്തുകളും പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ അതിനെപ്പറ്റി അന്വേഷണം ജില്ലാ പഞ്ചായത്തിന് ഫണ്ടില്ലാത്തതുകൊണ്ട് പ്രസിഡന്റ് അസോസിയേഷൻ കൂടി തീരുമാനമെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് പുതിയ ഫണ്ട് വരുന്ന മുറയ്ക്ക് ആരംഭിക്കുക എന്നുള്ളത്. അത് ജൂലൈ മാസം 7-ാം തീയതിയാണ് ഞാൻ പോയി സർക്കാരിനെ കണ്ടു. ഗവൺമെൻറ്റിൽ പോയി തിരുവനന്തപുരത്ത് പോയി 2 തവണ പോയി കത്തെല്ലാം കൊടുത്തു. ഒടുവിൽ നമുക്ക് അനുവദിച്ചു. 7-ാം മാസമാണ് അനുവദിച്ചുകൊണ്ട് നമുക്കൊരു ഫണ്ട് ഉത്തരവ് വന്നത്. ആ ഉത്തരവിനകത്ത് നമുക്ക് വന്നിരിക്കുന്നത് 2,19,00,000 രൂപ നമ്മുടെ പഞ്ചായത്ത് സമയത്തുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും വെട്ടിക്കുറച്ചുകൊണ്ടാണ് വന്നത്. ആ 2,19,00,000 രൂപ വന്നപ്പം തന്നെ അതിൻ്റെ വർക്കുകൾ എസ്റ്റിമേറ്റ് എടുത്ത് വർക്കുകൾ ആരംഭിച്ചു. പക്ഷേ ഫണ്ട് സർക്കാരിനില്ലാത്ത നമുക്കറിയാം, ട്രഷറിയിൽ വാനായിരുന്നുകൊണ്ട് 1,00,000 രൂപയ്ക്കുള്ള ഫണ്ട് മാറുന്നില്ലായിരുന്നു. 1 രൂപ നമ്മുടെ കേരളത്തിൽ ഒരു പഞ്ചായത്തിന് അതുകൊണ്ട് മാത്രമാണ് ഫണ്ട് മാറാതിരുന്നത്. പക്ഷേ വർക്കുകൾ 1 രൂപ ലാപ്സായി കളഞ്ഞിട്ട് എല്ലാ വർക്കുകളും കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ 2020 ഈ സാമ്പത്തിക വർഷമാണ് ഫണ്ട് മാറിയത്. നമ്മുടെ പഞ്ചായത്തിന് ഓൺ ഫണ്ട് പോലും 1.5 കോടി രൂപ സർക്കാരിലേക്ക് എടുത്തിട്ട് മാർച്ച് 29 എടുത്തതിന് ശേഷം ഏപ്രിൽ ലാസ്റ്റ് മാസമാണ് തന്നെ. അങ്ങനെയാണ് ഈ ഫണ്ട് ആരംഭിച്ചത്. അപ്പോൾ അത് ഞാൻ വിശദമായിട്ടുള്ള കാര്യങ്ങൾ രേഖാമൂലം ഞാൻ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ രണ്ടാമത് ഒരു ആരോപണം ഉന്നയിച്ച ഇറച്ചിക്കട ലേലത്തെ പറ്റി. ഇറച്ചിക്കട ലേലം ഏറ്റവും കൂടുതൽ പോകുന്നത് 2019 കാലഘട്ടത്തിലാണ്, 18-17 കാലഘട്ടത്തിലാണ്. മുൻ ഭരണസമിതി കാലഘട്ടത്തിലാണ് 27 ലക്ഷം രൂപയ്ക്ക് ആദ്യമായിട്ട് പോകുന്നത്. മാംസ സ്റ്റാളിന്റെ ലേലത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയിലാണ് അന്തിമ തീരുമാനമെടുക്കുന്നതെന്നും ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം പുറ്റടിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ശുചിമുറി കോംപ്ലക്സിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്നും ഞെട്ടിത്തൊഴു, ചേറ്റുകുഴി എന്നിവിടങ്ങളിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചത് UDF ഭരണസമിതിയുടെ കാലത്താണെന്നും സുരേഷ് മാനങ്കേരിയിൽ പറഞ്ഞു. ഒരു പഞ്ചായത്തിനും ഫണ്ടില്ലായിരുന്നു. സ്പില്ലോവർ കൊടുക്കാൻ പോലുള്ള ഫണ്ട് അനുവദിച്ചില്ല. 2,83,00,000 രൂപ സ്പില്ലോവറുള്ള വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച് 1,35,00,000 രൂപയാണ്. അതിനുശേഷം തിരുവനന്തപുരം പോയത് ഞാൻ തന്നെയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഫണ്ട് കുറഞ്ഞപ്പോൾ തിരുവനന്തപുരം പോയതിൻ്റെ കത്ത് നേരിട്ട് കൊണ്ട് മിനിസ്റ്ററെ കൊണ്ട് കടത്തതിൻ്റെ കത്തിൻ്റെ കോപ്പി വരെ ഉണ്ട്. ഞാനാണ് കൊണ്ട് കൊടുത്തത്. ഈ തവണ ഞാൻ പോയതിനു ശേഷമാണ് നമുക്ക് 2,83,00,000 രൂപ നിലവിലുള്ള ഫണ്ട് മാറാനുള്ള ഫണ്ട് അനുവദിച്ച് നിൽക്കുന്നത്. ഈ സാമ്പത്തിക 2024-25 1 രൂപ പ്ലാൻ ഫണ്ട് അല്ലാതെ വേറെ 1 രൂപ നമുക്ക് അനുവദിച്ചിട്ടില്ല. ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കാനുള്ള റോഡ് നിർമ്മാണത്തിന് 10 പൈസ ഫണ്ട് ഈ വർഷമില്ല. സർക്കാരിന് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട്, സർക്കാർ ഫണ്ട് കൊടുക്കാത്തതുകൊണ്ട് ജനപ്രതിനിധികളെ റോഡിലിട്ട് ഭരണസമിതി അംഗങ്ങളെ ചിലപ്പോൾ ചീത്ത വിളിച്ചെന്നിരിക്കാം. ആ ചീത്ത ഒഴിവാക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് തലയ്ക്കോട്ട് വെച്ച് കിട്ടുന്ന ആ പാവം നിർത്തിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഫണ്ട് കിട്ടാത്തതിൻ്റെ കാരണം എന്നാന്ന് അന്വേഷണം നടത്തിയിട്ട് എല്ലാവരും കൂടെ സഹകരിച്ചൊരു റിസർച്ച് ഗവൺമെൻറ് കൂടുതൽ ഫണ്ട് മേടിക്കാനുള്ള പണി ചെയ്തിട്ട് പാവപ്പെട്ട പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുന്ന മാർഗം നോക്കുക. അല്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റ് തലയോട്ട് വെച്ച് കിട്ടാൻ നോക്കിയാൽ ഒരു കാര്യം നടക്കുന്ന കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തില്ല. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നൊരു കാര്യം ടേക്ക് ഓ ബ്രേക്കിൻ്റെ ബിൽഡിങ് പണിയുന്നിരിക്കുന്നത് പുറ്റടിയിലാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ സ്ഥലം കയ്യേറി അത് പണിതു. അന്ന് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തോട് കേസായി, ബ്ലോക്ക് പഞ്ചായത്തോട് പ്രശ്നമായി. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇവർ നടന്ന സമയത്ത് പണിതുണ്ട്. ഷോപ്പിംഗ് കോംപ്ലക്സ് എവിടെ ഇവർ ഫണ്ട് വെച്ചേക്കുന്നത്? ചേറ്റൂർ ഷോപ്പിംഗ് കോംപ്ലക്സും കൊത്തല ഷോപ്പിംഗ് കോംപ്ലക്സും UDF വലിച്ച കാലത്താണ് ഫണ്ട് വെച്ചിരിക്കുന്നതും പണി നടത്തുന്നത്. പണി തീർക്കാതിന് ഇവരിരുന്ന 2 വർഷം ഇവർക്ക് ഫണ്ട് വെച്ച് പണി തീർക്കാമെന്നല്ലോ. ഇവരിരുന്ന 2 വർഷം ഫണ്ട് വെച്ച് എന്തുകൊണ്ട് തീർത്തില്ല? അതിനുശേഷം ഞാൻ കയറിയതിന് ശേഷമാണ് കൊച്ചലും ചേറ്റിലും ഫണ്ട് വെച്ച് പണി തീർക്കാറായത്. ഇപ്പം തീരാറായി ഫണ്ട്. അവിടെ വർക്ക് തീരാറായി. അടുത്ത ദിവസം അവിടെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിനെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്
എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.